വാർത്തകളിലേക്ക് വിശേഷങ്ങളിലേക്കൊക്കെ എത്താം. അതിനു മുമ്പ് അല്പം മുൻപ് പങ്കുവച്ച പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് വയനാട്ടിലേക്ക് പോകണം. വയനാട് DFOയുടെ പ്രതികരണം പോലീസ് തടഞ്ഞിരുന്നു. ഇന്നത്തെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നതിനിടയിലാണ് SHO മാനന്തവാടി DFOയെ പിടിച്ചുമാറ്റിയത്. SHO അഗസ്റ്റാണ് DFOയെ തള്ളിമാറ്റിയത്. വിവരങ്ങളുമായി അർജുൻ PS ഉണ്ട്. അർജുൻ, എന്തൊക്കെയാണ് ഇന്നത്തെ വനംവകുപ്പിന് നടപടികൾ? ആളെക്കൊല്ലിക്കടുവയെ പിടികൂടാനുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന കാര്യമൊക്കെ വിശദീകരിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു അനിഷ്ട സംഭവം ഉണ്ടായത്. എന്താണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാകാനുണ്ടായ സാഹചര്യം? പോലെ തന്നെയാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു SHO ഇങ്ങോട്ട് കടന്നു വരികയും തുടർന്ന് മാധ്യമങ്ങളോട് ഈ ബൈറ്റ് തന്നുകൊണ്ടിരിക്കുന്ന DFOയെ തള്ളി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തെ വലിച്ചു മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ റൂമിനുള്ളിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഒരു ഹയർ റാങ്കിലുള്ള ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ SHO ഈ രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറിയത്. മാത്രമല്ല മാധ്യമങ്ങളോടടക്കം രൂക്ഷമായി സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നിങ്ങൾ ഇനി ഇവിടെ ലൈവ് ചെയ്യില്ല എന്നുള്ളതടക്കമുള്ള ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ വിഷ്വൽസ് അടക്കമാണ് നമ്മളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ നമുക്ക് ആ വീഡിയോ പ്രേക്ഷകർക്ക് കാണിക്കാമെന്നാണ് നാം കരുതുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ ഷൗട്ട് ചെയ്തുകൊണ്ട് നമ്മളോട് പെരുമാറുന്ന ഒരു SHOയാണ് നമ്മൾ കണ്ടത്. ഇതിൽ തന്നെ വനമന്ത്രിയുമായി നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി തന്നെ ഇതിന് നടപടി എടുക്കുമെന്നുള്ള ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. SP-യോട് ഈ കാര്യം അറിയിക്കും. കൃത്യമായി തന്നെ ഈ SHOയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കുമെന്നുള്ളതടക്കം ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം മാധ്യമങ്ങളെ ഈ വനമന്ത്രി കാണുന്നുണ്ട്. ആ സമയത്തടക്കം ഈ ദൃശ്യങ്ങളൊന്ന് കണ്ട ശേഷം അർജുനിലേക്ക് വരാം. ദൃശ്യങ്ങളൊന്ന് കാണണം. SHO DFOയെ പിടിച്ചു മാറ്റുന്ന തള്ളുന്ന ദൃശ്യങ്ങളൊന്ന് കാണാം. അതിന് ശേഷം മടങ്ങിയെത്താം. കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതുപോലെ റെഗുലർ പെട്രോളിംഗ് സംവിധാനം ഉണ്ടാവും. ഇന്നിവിടെ ഒരു ലൈവും ഇല്ല, എല്ലാ ഗേറ്റിന് പുറത്താണ് കേട്ടോ. ഇതെടുത്തോണ്ടിരിക്കില്ലേ? ഇന്നിവിടെ ഒരു പരിപാടിയില്ല. എടുത്തോണ്ടിരിക്കുമ്പോ ഇത് ചെയ്യേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. മര്യാദ അല്ല ഒരു ഇത് കഴിഞ്ഞിട്ട് പറയായിരുന്നു, ഇപ്പോഴല്ല പറയേണ്ടത്. അർജുൻ, എന്തൊരു ധാർഷ്ട്യമാണ് നോക്കൂ. എന്തൊരു ആശങ്കയോട് കൂടിയാണ് വയനാട് ജനങ്ങൾ ഒരു ദിവസം തള്ളി നീക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വനംവകുപ്പിന്റെ നടപടികൾ എന്താണ്? ആളെക്കൊല്ലി കടുവയുടെ സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ അറിയാൻ വയനാടുകാർക്കൊപ്പം കേരളത്തിലെ മറ്റു ജനങ്ങൾക്കുമൊക്കെ ഉണ്ട്. കാരണം ആളുകളുടെ ജീവനെ ബാധിക്കുന്ന, സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അതറിയാൻ, DFOയുടെ പ്രതികരണം അറിയാൻ, അത് പറയാൻ ഔദ്യോഗികമായി ചുമതലപ്പെട്ട ആൾ DFO തന്നെയാണ്. എന്തർത്ഥത്തിലാണ് പോലീസിന് ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുക? എന്തെങ്കിലും പ്രതികരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ അർജുൻ? യാതൊരു വിധത്തിലുള്ള ഒരു നിർദ്ദേശമോ അത്തരത്തിലുള്ള കാര്യങ്ങളോ നമുക്കില്ലായിരുന്നു. ഇവിടെ നിന്ന് ലൈവ് ചെയ്യാൻ പാടില്ല എന്നുള്ളതടക്കം ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതൊരു പ്രദേശമോ അങ്ങനെ ഒരു സാഹചര്യമുള്ള സ്ഥലമോ അല്ല. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്ക് ഇവിടെ സ്വതന്ത്രമായി നിന്നുകൊണ്ട് തന്നെ ഇവിടെയുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള അവകാശവുമുണ്ട്. അത്തരത്തിലുള്ള അവകാശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് ഇത്തരത്തിൽ DFO, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, SHO എവിടെ കിടക്കുന്നു, DFO എവിടെ കിടക്കുന്നു, ഇവരുടെ റാങ്കുകൾ തമ്മിലുള്ള മാറ്റം അടക്കം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ റാങ്കിനെ പോലും ബഹുമാനിക്കാതെ ഇത്തരത്തിൽ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക്, ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ SHO ധാർഷ്ട്യമായ രീതിയിൽ കടന്നു വരികയും തുടർന്ന് ഈ DFOയെ തള്ളി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. പിന്നീട് DFOയെ വലിച്ചു മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ റൂമിൽ കൊണ്ടിരുത്തുന്ന ഒരു സാഹചര്യം അടക്കം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല മാധ്യമങ്ങളോടടക്കം വലിയ രീതിയിൽ കയർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് മാധ്യമങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് കുഴപ്പം, ഞങ്ങൾ ഈ ലൈവ് കഴിഞ്ഞ് നിർത്തിക്കോളാം എന്നുള്ളതടക്കം പറഞ്ഞിട്ടും അദ്ദേഹം പറയുന്നത് ഇവിടെ ലൈവ് നടക്കില്ല, ഗേറ്റിന് പുറത്തു പോകണം എന്നുള്ളതടക്കമുള്ള ധാർഷ്ട്യമായ നിലപാടാണ് ഇത്തരത്തിൽ SHOയുടെ ഭാഗത്തും ഉണ്ടായത്. മാനന്തവാടി SHO ആണ്, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അത്രയ്ക്ക് ധാർഷ്ട്യമായ നിലപാടാണ് ഉണ്ടായത്.
പക്ഷെ തങ്ങൾ അവിടെ നിന്ന് ലൈവ് ചെയ്യുമെന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതുവരെയും തങ്ങൾക്ക് അങ്ങനെ ഒരു നിർദ്ദേശം ഇതുവരെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ യാതൊരു വിധത്തിലുള്ള നിർദ്ദേശവും ലൈവ് ചെയ്യരുതെന്നുള്ള നിർദ്ദേശവും ലഭിച്ചിട്ടില്ല. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ നമ്മൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു DFO ആണ് ഇത്തരത്തിൽ തള്ളി മാറ്റിയിരിക്കുന്നത്. അവരുടെ ഈ DFOയുടെ സബോർഡിനേറ്റ്സിന്റെ അടുത്തു നിന്നാണ് അദ്ദേഹം എത്ര അപമാനിതനായിട്ടുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്രയ്ക്കും അദ്ദേഹത്തിന്റെ താഴ്ന്ന ഉദ്യോഗസ്ഥരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ മറ്റൊരു ഫോഴ്സിൽ നിന്നും പോലീസിൽ നിന്നും വന്നിട്ടുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ഈ DFOയെ തള്ളി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, DFOയെ അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ എന്തായിരുന്നാലും KUWJO ശക്തമായി തന്നെ ഇതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. വയനാട് ജില്ലാ ഘടകം ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ നടപടിയെ ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും കൃത്യമായി തന്നെ നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായി നമ്മൾ വനമന്ത്രി അടക്കം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം അപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു കൃത്യമായി തന്നെ നടപടി ഉണ്ടാവും. FPയോട് ഇപ്പോൾ തന്നെ സംസാരിക്കുന്നതാണ്, കൃത്യമായി തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് അദ്ദേഹം നൽകിയിട്ടുമുണ്ട്. എന്തിനാ തന്നെയും വലിയ നിഷേധാത്മകമായിട്ടുള്ള ഒരു നടപടിയാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ SHOയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നേരത്തെ തന്നെ നാട്ടുകാരുടെ അടക്കം പ്രതികരണം നമ്മൾ എടുത്തിരുന്നു, അത് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചതുമാണ്. അതായത് ഇത്രയും ദിവസം 2-3 ദിവസമായി ഊണും ഉറക്കവും ഇല്ലാതെ മാധ്യമപ്രവർത്തകർ ഇവിടെ നിൽക്കുന്നു, ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എല്ലാം ജനങ്ങളിലൂടെ അറിയിക്കുന്നു. മറ്റ് ജനപ്രതിനിധികൾ അടക്കം ഈ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് പല കാര്യങ്ങളും അറിയുന്നത്. ആ കാര്യങ്ങൾ അറിയുന്നു, വനപാലകരെ സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമൊക്കെ ഒരുക്കി കൊടുത്തിട്ടും ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിൽ നെക്കിട്ട് കയറുക, അതായത് മാധ്യമപ്രവർത്തകർ നെക്കിട്ട് കയറുന്ന രീതിയാണ് ഇവിടെ കണ്ടിരുന്നത്. അതിനുശേഷം ജനങ്ങളോട് നമ്മൾ സംസാരിച്ചപ്പോൾ ജനങ്ങൾ പറഞ്ഞത് ഇപ്രകാരമാണ്: തങ്ങൾക്ക് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി അറിയിച്ചത് മാധ്യമങ്ങളാണ്, മൂടി വെക്കാൻ ശ്രമിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇവിടെ അവതരിപ്പിച്ച് കാണിച്ചത് മാധ്യമങ്ങളാണ്, ഇതിൽ രാഷ്ട്രീയമുണ്ടോ എന്നുള്ളതടക്കം തങ്ങൾ പേടിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞത്. അതായത് ഇത്തരത്തിൽ വനപാലകർ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ കടുമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തേക്ക് അറിയാതിരിക്കുവാൻ വേണ്ടി ചെയ്യുന്ന സാഹചര്യമാണോ ഇവിടെ ഉള്ളതെന്ന് അടക്കമുള്ള ആശങ്കയാണ് നേരത്തെ നാട്ടുകാർ ഇവിടെ പ്രകടിപ്പിച്ചത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഇത്തരത്തിൽ DFOയെ തള്ളി മാറ്റുന്നു, മാധ്യമങ്ങളോട് കയർക്കുന്നു. തീർച്ചയായും ഒരു നടപടി ഇദ്ദേഹത്തിനെതിരെ ആവശ്യവുമാണ്. ഉമേഷ്. യെസ് പ്രജിത്ത്, വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? DFOയെ പോലൊരു ഉയർന്ന ഉദ്യോഗസ്ഥനോട് മോശമായി പെരുമാറുന്നു, ഇത്തരത്തിൽ തട്ടിക്കയറുന്നു, അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ പ്രവർത്തനം വിശദീകരിക്കാൻ കഴിയാത്ത സാഹചര്യം, അത് പരസ്യമായി ഇത്തരം വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നു, അതിൻ്റെ പിന്നിൽ എന്താണെങ്കിൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന്, ജീവനക്കാരുടെ ഭാഗത്തുനിന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണമുണ്ടോ അർജുൻ? ഇത്തരത്തിൽ വനംവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഫോൺ കോൾ ചെയ്യുകയാണ്. അദ്ദേഹത്തെ നമ്മൾ ഫോണിലാണ് ബന്ധപ്പെട്ടത്. മാധ്യമപ്രവർത്തകർ എല്ലാവരും ഒരുമിച്ചിരുന്ന് വിളിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത്തരത്തിൽ യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള നടപടി അംഗീകരിക്കാൻ കഴിയില്ല, കാരണം എന്ത് മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തതെന്ന് അദ്ദേഹം തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം റിപ്പബ്ലിക് ഡേ പരേഡിന്റെ ഒരു സ്ഥലത്താണ് ഉള്ളത്. അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ SP ഉണ്ട്. താൻ SP-യോട് കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കും, അല്പസമയത്തിനകം തന്നെ SP-യോട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു നടപടികൾ വരട്ടെ എന്നുള്ളതാണ് നമ്മളും പറയുന്നത്. കാരണം ഇതൊരു പാഠമായിരിക്കണം. ഇത്തരത്തിൽ സമാധാനപരമായി ഇവിടെ നാട്ടുകാർ ഒത്തുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സമാധാനപരമായിട്ട് നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഇവിടെയുള്ള വനപാലകർക്കോ അല്ലെങ്കിൽ പോലീസുകാർക്കോ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പോലീസുകാരോടും വനപാലകരോടും എല്ലാവരോടും സൗഹൃദപരമായാണ് നമ്മൾ ഇത്രയും നാൾ ഈ 3 ദിവസവും നമ്മളിവിടെ ഊണും ഇറക്കവും ഒഴിഞ്ഞ് നിൽക്കുമ്പോഴും ഇവരോട് സൗഹാർദ്ദപൂർവ്വമാണ് നമ്മൾ പെരുമാറിയത്. എല്ലാ പോലീസുകാരും അങ്ങനെയാണ് എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. നമ്മളോട് സഹകരിക്കുന്ന പോലീസുകാർ ഇപ്പോഴും ഇവിടെയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ തങ്ങളെക്കാൾ ഉയർന്ന റാങ്കുള്ള IFS ഉദ്യോഗസ്ഥനാണ്, ആ IFS ഉദ്യോഗസ്ഥനെയാണ് ഇത്തരത്തിൽ തള്ളി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഒരു SHO ആണ് ഇത്തരത്തിൽ തള്ളി മാറ്റിയതെന്ന് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. മാത്രമല്ല മറ്റൊരു ഫോഴ്സിലെ ഒരു വ്യക്തിയെ, ഇത്രയും ഉയർന്ന റാങ്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ തങ്ങളുടെ സബോർഡിനേറ്റിന്റെ മുമ്പിൽ വെച്ച് ഇത്തരത്തിൽ അപമാനിക്കുന്ന ഒരു രീതി, ആ ഒരു രീതിയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ വിഷമം, അദ്ദേഹത്തിന് എത്രമാത്രം അദ്ദേഹം അപമാനിതനായിട്ടുണ്ട് എന്നുള്ളതടക്കം നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ DFOയുടെ മാന്യത കൊണ്ട് മാത്രമാണ് അദ്ദേഹം തിരിച്ച് യാതൊരു വിധത്തിലും പ്രതികരിക്കാതെ അദ്ദേഹം പറഞ്ഞത് കേട്ട് ഉള്ളിൽ പോകുന്ന ഒരു സാഹചര്യം. എന്തിനാണ് പോലീസിന്റെ ഭാഗത്ത് ഇത്തരം ഒരു പ്രകോപനം ഉണ്ടായെന്ന കാര്യത്തിൽ എന്തെങ്കിലും ഇപ്പോൾ പ്രതികരണം നടത്തിയ
SHO അല്ലെങ്കിൽ കൂടെയുള്ള പോലീസുകാർ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്തായിരുന്നു അവിടെ അങ്ങനെ ഒരു ഷോ ഓഫിൻ്റെ ആവശ്യം? അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും ലഭിക്കുന്നുണ്ടോ? വിധത്തിലുള്ള പ്രതികരണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ ചെയ്തതെന്ന് അടക്കമുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമുക്ക് നേരത്തെ നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ല. ഇവർ പറഞ്ഞത് ഇത്തരത്തിലാണ്, ഇവിടെ നിന്ന് ലൈവ് ചെയ്യാൻ കഴിയില്ല, പുറത്തു പോയി ലൈവ് ചെയ്യണം എന്നുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഏത് മാനദണ്ഡ പ്രകാരമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം വനംവകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പോലീസിന്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ നമുക്ക് ഇതുവരെയും ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. അതായത് ഇവിടെ നിന്നും ലൈവ് ചെയ്യരുത്, നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വനപാലകർക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു നിർദ്ദേശം വാക്കാലോ അല്ലെങ്കിൽ എഴുതിയതാലോ ഇതുവരെയും നമുക്ക് നൽകിയിട്ടില്ല. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വതന്ത്രമായി തന്നെ ഇവിടെ ലൈവ് ചെയ്യാനുള്ള അവകാശമുണ്ട്. കൃത്യമായി തന്നെ നമ്മൾ അത് ലൈവ് ചെയ്യുകയും ചെയ്യും. കാരണം അല്ല എങ്കിൽ ഈ ഒരു പ്രദേശം ഫോറസ്റ്റ് ഏരിയ ആയിരിക്കണം. ഫോറസ്റ്റ് ഏരിയ ആണെങ്കിൽ ഓക്കെ, ഇത്തരത്തിൽ പറയുന്ന രീതിയിൽ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ യാതൊരുവിധ മുൻവിധികൾ മുൻപേ നമ്മളോടൊന്നും പറയാതെ പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കൊണ്ട് നമ്മളോട് മാറി നിൽക്കാൻ പറയുകയും അതുപോലെ തന്നെ SHO ദാസ്യപരമായ രീതിയിൽ ഈ DFOയുടെ അടക്കം പെരുമാറുകയും ചെയ്തത് യാതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ ഇവിടെ നിൽക്കുന്നത് വനഭൂമിയിലല്ല, അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത്, അങ്ങനെ ഒരു സ്ഥലങ്ങളിലേ അല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സ്വതന്ത്രമായി ലൈവ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. എന്തുകൊണ്ടാണ് SHO ഈ രീതിയിൽ പറഞ്ഞത് ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ആ വിഷ്വൽസും നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഈ ഒരു വിഷയം കഴിഞ്ഞ് SHO വീണ്ടും പുറത്തേക്ക് വന്ന് അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, എന്താണ് സാർ വിഷയം, എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇവിടെ പുറത്തു പോകാൻ പറയുന്നത്, എന്തുകൊണ്ട് ഈ ലൈവ് തടസ്സപ്പെടുത്തി എന്നുള്ളത് ചോദിക്കുന്നു, എന്തുകൊണ്ട് ബൈറ്റ് തടസ്സപ്പെടുത്തി എന്നുള്ളത് ചോദിക്കുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള മറുപടിയും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഒന്നും പറയാതെ ഈ വാഹനത്തിൽ കയറുകയാണ് ചെയ്തത്. ഇത്തരത്തിലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ SHO അവിടുന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. ഇനി DFO അദ്ദേഹത്തിന് മനസ്സിലാകാത്ത വല്ലതും വന്നതാണോ? എന്താ അതിൻ്റെ അകത്തൊരു പ്രശ്നമെന്ന് എത്ര ആലോചിച്ചിട്ട് അവിടെ മനസ്സിലാകുന്നില്ല. യാതൊരു തരത്തിലും മനസ്സിലാക്കാതെ എന്നല്ല, കൃത്യമായി DFO എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ തള്ളി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം ഈ ഒരു നമ്മൾ ഇത്രയും നേരം ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് പോലീസുകാരൊക്കെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റ് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നമ്മളോട് നടത്തിയില്ല. മാത്രമല്ല നമ്മളോട് യാതൊരു വിധത്തിലുള്ള പ്രകോപനമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. 2-3 ദിവസമായി നമ്മളിവിടെ നിന്നിട്ട് നമ്മളോട് ഇതുവരെയും മോശമായി പെരുമാറിയത്. പക്ഷേ ഈ SHO മാത്രം അവിടെ എത്തുകയും ഇത്തരത്തിൽ ഈ ഒരു പ്രകോപനമായ രീതിയിൽ ഈ ഒരു DFOയെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം DFO ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി നിർത്തിയത്. കാരണം ഒരു ഫ്രെയിമിലാണ് അദ്ദേഹം ഉള്ളത്. മാത്രമല്ല സബോർഡിനേറ്റ് ഈ SHO ഈ ഒരു DFOയുടെ സബോർഡിനേറ്റ്സ് ഒക്കെ ഈ തൊട്ടടുത്തുണ്ട്. ആ ഒരു സബോർഡിനേറ്റ്സിന് മുമ്പിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ DFOയെ അപമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും DFO നടത്തിയത് ഒരു രാഷ്ട്രീയ പ്രതികരണമല്ല, വിവാദ പരാമർശങ്ങളൊന്നുമല്ല, വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പുകളാണ്. ആളെക്കൊല്ലി കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. അത്തരം കാര്യങ്ങൾ അത് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക മാത്രമാണ് DFOയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇൻഫർമേഷൻസുകൾ നൽകുമ്പോൾ അതെന്താണ് SHOയെ പ്രകോപിപ്പിക്കാനുണ്ടായ കാരണം എന്ന കാര്യത്തിലൊന്നും ഉത്തരം എന്തായാലും ഇല്ല. അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും താല്പര്യമാണോ മറ്റിടപെടലാണോ എന്ന കാര്യമൊക്കെ എന്തായാലും വരും മണിക്കൂറിൽ നമുക്കറിയാം. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ജില്ലാ പോലീസ് മേധാവിക്കും വനം മന്ത്രിക്കുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്.